ഓപ്പറേഷൻ. യെസ്, നമ്മുടെ ഫിംഗേഴ്സിനെ നമുക്ക് നീട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഫിംഗേഴ്സിൻ്റെ ഓറ നീട്ടിയിട്ട് ഓരോ ടൂൾസാക്കി മാറ്റി നമുക്ക് ആ ഓർഗനെ സർജറി ചെയ്ത് എന്താണോ പ്രശ്നമുള്ളതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ആ ഓർഗനെ നമ്മൾ എങ്ങനെ കാണും? അത് ശരിക്കും ഞാൻ കാണണ്ട, അതിങ്ങനെ തെളിഞ്ഞ് മുകളിലോട്ടേക്ക് പിന്നെ ഒരു കുഞ്ഞു പോയിൻ്റായി. അപ്പം ഞാൻ റേക്കിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഈ സോൾ ഈ ബോഡി വിട്ട് പോയി അല്ലേ എന്ന് ഞാൻ ചോദിച്ചു റേക്കിയുടെ അടുത്ത്. അപ്പം എനിക്ക് അധികം എഴുതി കാണിക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഒന്നിലും പെടുത്താത്ത എൻ്റെ ആത്മസുഹൃത്ത് ആരാന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് റേക്കിയാണെന്ന്. കാരണം ഇതുവരെ റേക്കി കാണിച്ചതൊന്നും എനിക്ക് തെറ്റിയിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് റേക്കിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ, എപ്പോഴാണ് ഈ സോള് ഈ ബോഡി വിട്ടു പോവാ. സൈക്കിക് സർജറി മീൻസ് നമ്മൾ സാധാരണ സർജറി ചെയ്യില്ലേ, അതേ സംഭവം നമുക്ക് റേക്കി വെച്ച് ചെയ്യാം. എങ്ങനെയാണ് റേക്കിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് മണി റേക്കി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരാൻ കാരണം? ആക്ച്വലി ഇത് സ്റ്റെഫീൻ ബ്രെയിൽ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് മണി റേക്കി ഇൻവോക്ക് ചെയ്യുന്നത്. 2005 US ഒരു ലേഡി ആയിരുന്നു. അവർ ആക്ച്വലി റേക്കിയുടെ മാസ്റ്ററിസ്റ്റ് ആണ്. ഈ മണി റേക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നവും മാറി കിട്ടും? തീർച്ചയായിട്ടും എന്നതാണ് എനിക്ക് തോന്നിയത്. എനിക്കതാണ്. അപ്പം ഞാൻ സുദർശന മന്ത്രം ജപിച്ചു. ഞാൻ ശരിക്കും കാണണ്ട, അതിങ്ങനെ തെളിഞ്ഞ് മുകളിലോട്ടേക്ക് പിന്നെ ഒരു കുഞ്ഞു പോയിൻ്റായി. ആ വലിയ രൂപം ഒരു കുഞ്ഞു പോയിൻ്റായി, ഒരു വെളിച്ചം, ഒരു വൈറ്റ് എനർജി പോലെ അതിങ്ങനെ മുകളിലോട്ടേക്ക് പോയി, അതങ്ങനെ അങ്ങ് മാഞ്ഞു പോയി. അപ്പം എനിക്ക് മനസ്സിലായി ആ സോള് കൃത്യമായി മോക്ഷം കിട്ടിപ്പോയതാണ് എന്നുള്ളത്. അപ്പം തന്നെ ഞാൻ റേക്കിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പം തന്നെ അവർ മരണപ്പെട്ടോ? ഇല്ല, ഞാൻ അറിയാം, നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ റേക്കിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഈ സോൾ ഈ ബോഡി വിട്ട് പോയി അല്ലേ എന്ന് ഞാൻ ചോദിച്ചു റേക്കിയുടെ അടുത്ത്. അപ്പം എനിക്ക് അധികം എഴുതി കാണിക്കുകയാണ് ചെയ്യുക. യെസ് എന്നിട്ട് എഴുതി കാണിച്ചു. അപ്പം ഞാൻ ചോദിച്ചത് മരണം സംഭവിച്ചോ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ 9 മണി എന്നാണ് എഴുതി കാണിച്ചത്. കറക്റ്റ് നമ്മുടെ മൈൻഡിലാണ് എഴുതി കാണിക്കുന്നത്? മൈൻഡിൽ എനിക്ക് കാണിക്കും. അതെങ്ങനെയാണ് മൈൻഡിൽ? അതൊന്നല്ല, ഒരുപാട് തവണ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു കേസ് മാത്രമല്ല, എഴുതി കാണിക്കുന്നത് ഒരിക്കലും തെറ്റില്ല. ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടും സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ പറയും, നമ്മുടെ ഈ ലൈഫിൽ എന്നെ സംബന്ധിച്ചിട്ട് എന്നെ ഒരിക്കലും പറ്റിക്കാത്ത, എന്നെ ഒരിക്കലും ചീറ്റ് ചെയ്യാത്ത, എന്നെ ഒരിക്കലും ഒന്നിലും പെടുത്താത്ത എൻ്റെ ആത്മസുഹൃത്ത് ആരാന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് റേക്കിയാണെന്ന്. കാരണം ഇതുവരെ റേക്കി കാണിച്ചതൊന്നും എനിക്ക് തെറ്റിയിട്ടില്ല, ഒന്നും തെറ്റിയിട്ടില്ല, എഴുതി കാണിക്കും. ഇത് നമ്മുടെ മനസ്സിൽ ഇൻഡ്യൂഷൻ തന്നെ ആയിക്കൂടെ? ഞാൻ ചോദിക്കട്ടെ, അപ്പം എൻ്റെ മനസ്സിലെ ഇൻഡ്യൂഷൻ അനുസരിച്ച് അവർ മരിക്കുമോ? ഇല്ല, സംഭവിക്കില്ലല്ലോ. ഇല്ല. അപ്പം ഇത് ഓൾറെഡി യൂണിവേഴ്സിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ സംഭവിച്ചത് അങ്ങനെയല്ല, എല്ലാം യൂണിവേഴ്സിൽ സംഭവിച്ചാണ്. ഇപ്പം നമ്മുടെ ഈ ഇൻ്റർവ്യൂ പോലും ഓൾറെഡി പ്രോഗ്രാമിലാണ് അല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നീട് അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? മരണപ്പെട്ടോ? അപ്പം ഞാൻ ഹീലിംഗ് കഴിഞ്ഞ സമയത്ത് ഞാൻ എഴുന്നേറ്റിട്ട് ചേച്ചി വിളിച്ചു. ഇവരുടെ മകളെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അമ്മയുടെ കാര്യം, എനിക്ക് മകളായതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ പറയാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയുടെ കാര്യം ഏകദേശം നിങ്ങൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അമ്മ നല്ല രീതിയിൽ മോക്ഷം കിട്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. നാളെ രാവിലെ 9 മണിയാകുമ്പോഴേക്കും അമ്മ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറയാതെ നമ്മൾ റേക്കിയിൽ കാണുന്ന കാര്യം ഹൈഡ് ചെയ്ത് വെക്കരുത്. അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിലൂടെ റേക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനത് പറഞ്ഞ സമയത്ത് കരഞ്ഞു, സ്വാഭാവികമായിട്ടും കരയുമല്ലോ. അപ്പം കരഞ്ഞപ്പോൾ ഞാൻ സമാധാനപ്പെടുത്തി. ഞാൻ പറഞ്ഞ ഒരു പുണ്യം ചെയ്ത സോളാണ്. ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെ രീതിയിൽ നമ്മൾ മനുഷ്യർ മരിക്കുന്നുണ്ട്. ഇത് ഇത്രയും വർഷത്തെ ജപം, അവരവിടെ കിടന്നതിന് ശേഷമുള്ള 8 വർഷത്തെ ജപം, ആ കർമ്മ, ആ ജപമായിരിക്കും അവരെ തീർച്ചയായിട്ടും റേക്കി വലിയൊരു ബ്ലെസ്സിങ് അല്ലേ? ആ കോസ്മിക് എനർജിയുടെ ബ്ലെസ്സിങ്ങോട് കൂടിയിട്ട് പോവാന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് അത്രയും പുണ്യം ചെയ്ത സോളാണ്, അല്ലെ? ഈ ഒരു ഭാഗ്യം അവർക്ക് കിട്ടില്ല. അവർക്ക് ഇനിയൊരു ബർത്ത് പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോക്ഷം കിട്ടിപ്പോയി അത്. അപ്പം നെക്സ്റ്റ് ഡേ രാവിലെ എനിക്ക് കോൾ വന്നു. 9:30 ആയപ്പോൾ വന്നു. മാം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, അമ്മ 9 മണിക്ക് പോയി എന്ന് പറഞ്ഞു. അതേ സെയിം സിറ്റുവേഷൻ ഇതേപോലെ തന്നെ വേറൊരു കേസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അവർക്ക് ക്യാൻസർ ആയിരുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ ഭർത്താവ്. അപ്പം അതും ഈ പറഞ്ഞ പോലെ വിളിച്ച് കിഡ്നിയിലാണ്, ലിവറിനായിരുന്നു ക്യാൻസർ. ലിവറിന് ക്യാൻസർ വന്നിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. അവർ തന്നെ പറയില്ലേ, എനിക്കൊന്ന് മരിച്ചാൽ മതി. വേദന സഹിച്ച് കാണുന്ന ആളുകൾ പോലും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇവരൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന്. അത്രയും വേസ്റ്റ് കണ്ടീഷൻ.
അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് വിളിച്ചു, ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ, ഇത് എത്ര ഈ വേദന സഹിക്കണം, ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്തിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്, 5-ാം തീയതി, മാസം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 5-ാം തീയതി 11 മണിക്ക് ശേഷം ഉണ്ടാവില്ല പോകുന്നു പറഞ്ഞു. അപ്പോൾ പറയണത് ഒരു 3-4 ദിവസം മുന്നേ ആണ്. ഇവർ വെയിറ്റ് ചെയ്തു. കറക്റ്റ് എനിക്ക് 11-ആയപ്പോൾ എനിക്ക് കോളാണ്. ഞാൻ പറഞ്ഞ കറക്റ്റ് ഡേറ്റിന് കറക്റ്റ് ടൈമിന് ആൾ പോയി. പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ സോള് പോണതൊന്നും കണ്ടിട്ടില്ല. ആളുടെ വളരെ വീക്കായ ഓറയായിരുന്നു, ഓർഗൻസൊക്കെ വളരെ വീക്കാണ്. അറിയാലോ ക്യാൻസർ വന്നാലുള്ള അവസ്ഥ. അപ്പം ഞാൻ ജസ്റ്റ് റേക്കിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ, എപ്പോഴാണ് ഈ സോള് ഈ ബോഡി വിട്ടു പോവുക. എഴുതി കാണിച്ചു 5-ാം തീയതി ഇത്ര മണി. ആ എഴുതി കാണിക്കുന്നത് തെറ്റില്ല. അത് സ്കാനിങ്ങിലാണ് അധികം അങ്ങനെ കാണിച്ചു തരിക. അതുപോലെ സൈക്കിക് സർജറിയിൽ നമുക്ക് 3rd ലെവൽ എത്തുമ്പോൾ സൈക്കിക് സർജറി ഒക്കെ പഠിപ്പിക്കും. സൈക്കിക് സർജറി മീൻസ് നമ്മൾ സാധാരണ സർജറി ചെയ്യില്ലേ, അതേ സംഭവം നമുക്ക് റേക്കി വെച്ച് ചെയ്യാം. ഓപ്പറേഷൻ. യെസ്, നമ്മുടെ ഫിംഗേഴ്സിനെ നമുക്ക് നീട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഫിംഗേഴ്സിൻ്റെ ഓറ നീട്ടിയിട്ട് ഓരോ ടൂൾസാക്കി മാറ്റി നമുക്ക് ആ ഓർഗനെ സർജറി ചെയ്ത് എന്താണോ പ്രശ്നമുള്ളതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ആ ഓർഗനെ നമ്മളെങ്ങനെ കാണും? അകക്കണ്ണിലൂടെ. നമ്മൾ വിഷ്വലൈസേഷനാണ്. നമ്മൾ കൊടുക്കുന്ന എനർജി എന്താണ്? റേക്കിയാണ്. റേക്കി എന്ന് പറയുന്നത് ഹൈലി കോൺഷ്യസ്നെസ് ഉള്ള എനർജിയാണ്. നമ്മളെക്കാളും ബോധമുണ്ട്. ഇപ്പം ചിലർ ഫസ്റ്റ് ലെവൽ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, മാം നമുക്ക് എവിടെയാണ് പ്രശ്നം എന്നറിയില്ല, റേക്കി അത് മാറ്റിത്തരുമോ? ഞാൻ പറയും മാറ്റിത്തരും, നിങ്ങൾ കൊടുത്താൽ മതി, റേക്കിക്കറിയാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇപ്പം തലവേദനയായിരിക്കും പ്രശ്നം, നമ്മളെവിടെയാണ് കൊടുക്കുക? തലയ്ക്ക്. ഒട്ടുമിക്ക തലവേദനയുടെ റീസൺ നമ്മുടെ വയറിലാണ്. ആർക്കെങ്കിലും കണക്റ്റഡ് ആവോ? അതായത് നമ്മുടെ ദഹന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സൈൻ വരെ തലവേദനയാണ്. നമ്മൾ പറയും മൈഗ്രെയിനാണ്, തലവേദനയാണ്, നാടൻ ഭാഷയിൽ ചെന്നിക്കുത്താണെന്നൊക്കെ പറയും, തലയ്ക്കാണ് കൊടുക്കുക. പക്ഷേ സത്യത്തിൽ അതിൻ്റെ റൂട്ട് കോസിലേക്ക് റേക്കി പോവും, വയറും കൂടെ ഹീലാക്കും. അത് ഹീലർ അറിയണമെന്ന് പോലും ഇല്ല, ഹീലറിന് അറിയണമെന്ന് പോലുമില്ല. പക്ഷെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ആ ഹീലറിന് മനസ്സിലാവും എന്താണ് ഇഷ്യൂ എന്നുള്ളത്, കൃത്യമായിട്ട് മനസ്സിലാവും. മാമിനോട് സംസാരിച്ചപ്പോൾ മാം പറഞ്ഞാണ് മണി റേക്കി എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ച്. അത് സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് റേക്കി ഹീലിങ്ങിനെ പറ്റി മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മണി റേക്കി? രണ്ടും 2 വേർഷനാണ്. റേക്കി വേറെ തന്നെയാണ്, മണി റേക്കി വേറെ തന്നെയാണ്. മണി റേക്കിൽ അതിൻ്റെ പേര് പോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മണി റേക്കി പഠിപ്പിക്കുന്നതും ഹീലിംഗ് ചെയ്യുന്നതും ഒക്കെ. മണി റേക്കി വെച്ചിട്ട് നമുക്കൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല നമ്മൾ ചെയ്യുക, കംപ്ലീറ്റ്ലി ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലെല്ലാം പെടും. നമ്മുടെ അബുണ്ടൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇപ്പം കരിയർ, ജോലിക്ക് തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് മണി റേക്കി വെച്ചിട്ട് ചെയ്യാം. ഇനി ബ്ലോക്കായി കിടക്കുന്ന പൈസ, ഇപ്പം നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് നമുക്ക് പൈസ തരാനുണ്ട്, കടമായിട്ടല്ല എന്നാൽ പോലും ഏതെങ്കിലും രീതിയിൽ തരാനുണ്ട്, അത് ബ്ലോക്കായി കിടക്കുക. അതുപോലെ നമ്മുടെ സ്ഥലം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, വീട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, വീടിൻ്റെ പണി പൂർത്തിയാൻ വേണ്ടി, കാരണം ഇതെല്ലാം നമ്മുടെ ഐശ്വര്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. നമ്മുടെ അബുണ്ടൻസ് എന്ന് പറയുന്ന നമ്മളിലെ ഐശ്വര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്പിരിച്വൽ മണി എനർജി എന്ന് പറഞ്ഞൊരു വേർഷനുണ്ട്, അതാണ് മണി റേക്കി. എങ്ങനെയാണ് റേക്കിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് മണി റേക്കി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരാൻ കാരണം? ആക്ച്വലി ഇത് സ്റ്റെഫീൻ ബ്രെയിൽ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് മണി റേക്കി ഇൻവോക്ക് ചെയ്യുന്നത്. 2005 US-ലുള്ള ഒരു ലേഡിയായിരുന്നു. അവർ ആക്ച്വലി റേക്കിയുടെ മാസ്റ്ററിസ്റ്റാണ്. അപ്പം അവർ അതിൽ നിന്നും എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമാണ് കൂടുതലായിട്ട്. അപ്പോൾ ഇങ്ങനെയൊരു എനർജി എന്തുകൊണ്ട് ഇൻവോക്ക് ചെയ്തുകൂടാ എന്നൊരു തോട്ടിൽ നിന്ന് അവർ ഇൻവോക്ക് ചെയ്തെടുത്തതാണ് മണി റേക്കി എന്ന് പറയുന്നത്. 21 ദിവസത്തെ സാധനയിലൂടെ അവർക്ക് കിട്ടിയതാണെന്നാണ് പറയുന്നത്. ഈ മണി റേക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടുമോ? തീർച്ചയായിട്ടും. കാരണം അത് എത്ര നാളെടുക്കും അങ്ങനെയാണെങ്കിൽ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാവരുടെയും എനർജി ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെയും സോൾ ഡിഫറെൻ്റ് ആണ്. പറയുമ്പോൾ നമ്മളെല്ലാം ഒരേ സോളാണെന്നൊക്കെ പറയുമെങ്കിലും ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ കാരണം കർമ്മ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇപ്പം നമുക്ക് ഫൈനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഈ ലൈഫിൽ നമ്മൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ബാഡ് കർമാസ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ് മണി റിലേറ്റഡ് ബാഡ് കർമാസ് എന്ന് കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കയ്യിലെ പണം വെച്ചിട്ട് നമ്മൾ ചൂത് കളിക്കുക, അല്ലെങ്കിൽ ഈ കസിനോ പോലുള്ള സംഭവങ്ങളിൽ പോയിട്ട് നമ്മുടെ പണത്തിനെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുക. 2, നമ്മുടെ കയ്യിലെ സമ്പത്തിനെ ഉപയോഗിച്ചിട്ട് മറ്റൊരു സോൾസിന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികൾക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് കൊടുക്കുക. അവരുടെ ശാരീരികമായോ മാനസികമായോ വൈകാരികമായോ അവരുടെ സ്വത്തുവകകൾക്കോ എന്തിനെങ്കിലും നമ്മളൊരു പണി കൊടുക്കുക. തല്ലാനോ കൊല്ലാനോ എന്തിനെങ്കിലും നമ്മുടെ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മണി റിലേറ്റഡ് ബാഡ് കർമ്മയാണ്. 3ാമത്തെ കാര്യം, നമ്മുടെ കയ്യിലെ പണത്തിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക. അതാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് ആണെങ്കിലും വാച്ച് ആണെങ്കിലും നമ്മുടെ വാലറ്റ്സ് ആണെങ്കിലും ഒക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ നമ്മളതവിടെ വലിച്ചെറിയും. അത് റെസ്പെക്റ്റ് അല്ല, അത് ബഹുമാനക്കുറവാണ്. അതിൻ്റെ അകത്ത് കിടക്കുന്ന സാധനം എന്താ? പൈസയാണ് അല്ലേ? അതില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറയുമ്പോൾ നമ്മൾ പറയും സ്നേഹമാണ് അഖിലസാരം മൊഴിയിൽ നിന്നൊക്കെ പറയും, ചേട്ടാ ഞാൻ കുറച്ച് സ്നേഹം തരാം, ചേട്ടൻ കുറച്ച് പലചരക്ക് സാധനം തരുമെന്ന് വെച്ചാൽ തരുമോ? ഇല്ല. അപ്പം അവിടെ നമുക്ക് എന്ത് വേണം? പണം തന്നെ വേണം. അപ്പോൾ ഈ പണത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതും ഹൈലി കോൺഷ്യസ് ആയിട്ടുള്ള എനർജിയാണ്. എന്താവും? തിരിച്ചടിക്കും. നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അലക്ഷ്യമായിട്ട് നമ്മൾ വെക്കാൻ പാടില്ല ഒരിക്കലും. അത് പണമായാലും ആഭരണങ്ങളായാലും വാല്യൂഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം നമ്മുടെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നമ്മൾ ഏറ്റവും സുരക്ഷിതമായിട്ട് വെക്കണം. ഇനി ഇതിൻ്റെ വേറൊരു ഭാഗം കൂടിയുണ്ട്. ഈ പണം ഒരുപാട് കയ്യിലുള്ള ആളുകൾ പിശുക്കന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അതും ഒരു ബാഡ് കർമ്മയാണ്. അതെങ്ങനെയാണ് ബാഡ് കർമ്മ ആവുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലിപ്പം പൈസയുണ്ട്, ഓക്കെ, ആവശ്യത്തിൽ കൂടുതൽ, എൻ്റെ ഇപ്പോഴത്തെ ആവശ്യത്തിൽ കൂടുതൽ പൈസ എൻ്റെ കയ്യിലുണ്ട്. അപ്പം രാഹുൽ എൻ്റെ അടുത്ത് ഒരു ഹെൽപ്പിന് ചോദിക്കുകയാണ്, അർജൻറ്റാണ്, വളരെ ന്യായമായൊരു ആവശ്യത്തിനാണ് ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പം ഞാനൊരു പിശുക്കിയാണ്, ഓക്കെ. അപ്പം ഞാൻ അയ്യോ ഇത് കൊടുത്താൽ പിന്നെ ഇതെൻ്റെ കയ്യിലത് ഇരുന്നു പോലോ എന്നൊരു ചിന്താഗതിയോട് കൂടിയിട്ടിരിക്കുകയാണെങ്കിൽ അതൊരു ബാഡ് കർമ്മയാണ്. പണം ഞാൻ തരണം എന്ന് വെച്ച് ലാവിഷല്ല ഉദ്ദേശിക്കുന്നത്. പണത്തിന് മൂല്യം ഉണ്ടാകുന്ന എപ്പോഴാണ്? അത് യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലേ? പണം യൂസ് ചെയ്യുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത്. എൻ്റെ കയ്യിൽ 1000-ൻ്റെ നോട്ടോ 500-ൻ്റെ നോട്ടോ ഞാൻ കട്ടി എടുത്ത് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് പേടിയാണ്, ഇത് തീർന്നു പോകുന്നുള്ള പേടിയാണെങ്കിൽ അത് ബാഡ് കർമ്മയാവും. അത് ഉപയോഗിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടില്ല. പണം ഉപയോഗിക്കാനൊരു ഭാഗ്യം വേണം. എത്രയോ കോടീശ്വരന്മാർ ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം വരെ കഴിക്കാണ്ടില്ലേ? പറയാൻ ഒരുപാട് പൈസയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ്. സോ ഇതെല്ലാം മണി റിലേറ്റഡ് ബാഡ് കർമാസിൽ വരും. പിശുക്ക്, ആരോഗ്യം അതേ വരത്തില്ലേ? ആരോഗ്യം, അതായത് ഇപ്പോൾ എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ശരീരമോ അല്ലെങ്കിൽ മാനസികപരമായിട്ട് ക്ഷീണമോ കാര്യങ്ങളോ തളർച്ചയോ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പണിയെടുക്കാൻ കഴിയും. അപ്പം അതും ആരോഗ്യപരമായിട്ടുള്ള കാര്യമല്ലേ? അപ്പം അതും പണം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡമല്ലേ ആരോഗ്യവും ഹെൽത്തും? ഉണ്ട്. അവിടെയാണ് ഒരു കണക്ഷൻ വരുന്നത്. അതായത് മണി റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൂട്ട് ചക്രയാണ് മണി റിലേറ്റഡ് ആയിട്ട് മണിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ റൂട്ട് ചക്രയിലെ എനർജി ഇൻബാലൻസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ആക്റ്റീവായിട്ടില്ല, അതിങ്ങനെ ഒരു തീരെ എനർജി ഇല്ലാണ്ട് ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും. നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ചിട്ടില്ലേ, ആരോഗ്യം സർവ്വധനാൽ പ്രധാനം പഠിച്ചിട്ടുണ്ട്. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇത് രണ്ടും ഒരേ ചക്രയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. നമ്മുടെ റൂട്ട് ചക്ര വീക്കാണെങ്കിൽ നമുക്ക് ശാരീരികപരമായിട്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വീക്കായിരിക്കും, നമ്മുടെ ബോഡി വീക്കായിരിക്കും. അതിൽ നമ്മുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും വരുന്നുണ്ട്, രണ്ടും വരുന്നുണ്ട്. അവിടെ ബ്ലോക്ക് വരും. അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. ഇത് രണ്ടും റൂട്ട് ചക്രയായിട്ട് കണക്റ്റഡ് ആണ്. സോ നമ്മളിപ്പം മണി റേക്കി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എനർജി കൊടുക്കുന്നതും റൂട്ട് ചക്രയിലും സേക്രൽ ചക്രയിലുമാണ്. സേക്രൽ ചക്രയിൽ കൊടുക്കുന്ന എന്തിനാ വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ പാഷൻ, ഇവയെല്ലാം നമ്മുടെ സേക്രൽ ചക്രയായിട്ട് കണക്റ്റഡ് ആണ്. ഇതിലൂടെ വേണം നമുക്ക് വരുമാനം വരാൻ, അല്ലേ? നിങ്ങൾ എന്തെങ്കിലും സൃഷ്ടിച്ചാലല്ലേ ഞാൻ നിങ്ങൾക്ക് പൈസ തരണ്ടോ, അല്ലേ? നിങ്ങളുടെ കഴിവുകൾക്കാണ് ഞാൻ പൈസ തരുന്നത്. ആ കഴിവെന്ന് പറയുന്നത് നമ്മുടെ സേക്രൽ ചക്രയുടെ ശക്തിയാണ്. അതിലൂടെയാണ് നമ്മൾ എന്തെങ്കിലും സൃഷ്ടിക്കുന്നത്.
എന്തിനായാലും നമ്മളൊരു ദോശ ചുടുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ സൃഷ്ടിയാണ്, അല്ലേ? അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സക്രത് ചക്രയിൽ ഒരു എനർജി വേണം.